ആ ഒരു സമയത്ത് ഈ സാധനത്തിൻ്റെ യൂസ് എല്ലാ സ്കൂട്ടർ യൂസ് ചെയ്യുന്ന, അതായത് ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്കും പറ്റും എന്നുള്ളതാണ്. ഒരു ബൈക്കിന് റോട്ടിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്? 258 എന്നാണ് എൻ്റെ ഓർമ്മ. അത് കൊണ്ടുവന്നത് അൾട്രാ വയലറ്റ് ആയിരുന്നു, അവരുടെ F77 എന്ന് പറയുന്ന മോഡലിലൂടെ. ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരിലാണ്. വീട്ടിൽ നമ്മൾ ബാംഗ്ലൂരിൽ വന്നത് F77 തന്നെ സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറയുന്ന മോഡലിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറയുന്ന മോഡലിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇവരുടെ പ്രീവിയസ് മോഡലിൻ്റെ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സ് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ മോഡൽ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതാണ് സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറയുന്ന മോഡൽ. F77 സൂപ്പർ സ്ട്രീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യില്ല, എന്നാൽ ചില ചേഞ്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ചേഞ്ച് ഇവർ പറയുന്നത് 50-50 വെയിറ്റ് റേഷ്യോ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെ ഒരു 50-50 വെയിറ്റ് റേഷ്യോ ഉണ്ടായിരുന്നില്ല. ബാറ്ററിനെ ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ മോട്ടറിൻ്റെ ബാക്കിലേക്കും ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു റേഷ്യോ ഉറപ്പ് വരുത്തിയിട്ടുള്ളത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് എർഗണോമിക്സ് കാര്യമായിട്ട് മാറും. ഇത് ഏറ്റവും വലിയ ചേഞ്ച് ഡ്രൈവിംഗ് എർഗണോമിക്സ് ആണ്. നമ്മളിപ്പോൾ ഇതൊരു ട്രാക്കിലാണ്, നമ്മൾ അവിടെയും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വ്യത്യാസം മാത്രമല്ല. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇവരുടെ ഒരുപാട് കാലത്തെ R&Dയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഘടിപ്പിച്ചുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന Mac 2 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇത് അവിടെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ റൈഡിങ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഹാൻഡിൽ ഇവിടെ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഡ്യുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്, 2 ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് സെയിം ആണ്, ഹെഡ് ലാമ്പ് സെയിം ആണ്, അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം, F77 എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. അതൊക്കെ തന്നെയും സെയിം ആണ്, വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. മറ്റൊരു വ്യത്യാസം വന്നിട്ടുള്ളത് റൈഡിങ് പൊസിഷൻ്റെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിൻ്റെ കാര്യത്തിലാണ്. F77 Mac 2 വരെ ഉണ്ടായിരുന്നത് 55% നമ്മൾ ഒരു ആംഗിളായിരുന്നു ഡ്രൈവ് പൊസിഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 80% ആണ്. അതായത് കുറച്ചുകൂടി അപ്പ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി എഴുന്നേറ്റ് അല്ലേ, കുറച്ചൊരു അപ്ലിഫ്റ്റഡ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ മോഡലിലേക്ക് വരുന്ന സമയത്ത്, അതായത് സ്ട്രീറ്റ് വ്യൂ മോഡലിലേക്ക് വരുന്ന സമയത്തുള്ള മറ്റൊരു ചേഞ്ചാണ്. എയറോഡൈനാമിസത്തിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ധാരാളം എയർ കൂൾഡ് മെറ്റീരിയൽസ് ഉണ്ട്. അതിനുള്ള എയറും ഇവിടെ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ അതേപോലെ തന്നെ നോക്കിയാൽ ഈ ഒരു ഗ്യാപ്പൊക്കെ കുറച്ചും കൂടി എയറോഡൈനാമിസം ഫീൽ തരും എന്നുള്ളതാണ്. മറ്റൊന്ന് ഏവിയേഷൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള DNA ആണ്. അത് നമ്മൾ പലപ്പോഴും സംസാരിച്ചാണ് അൾട്രാ വയലറ്റിൻ്റെ. കാരണം ഇവർ ഇതിൻ്റെ ഡീലർഷിപ്പിന് പറയുന്നത് ഹാങ്ങർ എന്നാണ്. കൊച്ചിയിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എയറോഡൈനാമിസം ഡിസൈൻ പ്രോപ്പറാക്കാൻ വേണ്ടി നോക്കി എവിടെ നോക്കിയാൽ കേട്ടോ, ഇതൊക്കെ ശരിക്കും ആ ഒരു സ്റ്റൈലിൽ കൊടുത്തേക്കിനാണ്. അതുപോലെ ഫ്ലൈറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള സെൻട്രൽ കൺസോൾ യൂണിറ്റ് കാണാം. അങ്ങനെ ഒരുപാട് ഏവിയേഷൻ ഇൻസ്പയർഡ് DNAകൾ ഇതിനകത്തുണ്ട്. ഇവിടെ കേട്ടോ ചാർജിങ് 1.3 അവർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടും ഒക്കെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ചാർജിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ തന്നെ ഓൺ ചാർജിങ് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരൊരു കൺവേർട്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കാണിക്കാം. അതൊരു വെറൈറ്റി സംഭവമാണ്. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിടാം. ഇതാണ് റിയർ ഭാഗം വരുന്നത്. സസ്പെൻഷൻ ഇവിടെ നമുക്ക് കാണാം. ഫ്രണ്ടിലത്തെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അടിപൊളിയല്ലേ? അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കൽ ടേംസുകളെ കുറിച്ച് പറയാം. 100 Nm ടോർക്കാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ്. 40.2 HP 30 കിലോ വാട്ടിൻ്റെ പവർ ഉൽപ്പാദിപ്പിക്കും. 155 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. 7.7 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നൈസല്ലേ? 323 കിലോമീറ്റർ റേഞ്ചാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേഞ്ചുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഇലക്ട്രിക് ബൈക്കുകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ്. 10 ലെവൽ റീജൻ ഉണ്ട്. അത് നമ്മളെന്തായാലും റോട്ടിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. F77 നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിന് സ്ക്രൂകളും കാര്യങ്ങളൊന്നും എവിടെയും നമുക്കങ്ങനെ കാര്യമായിട്ട് കാണൂല എന്നുള്ളതാണ്. ഇത് ആക്സറീസ് ആട്ടോ. അതേപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എയറോഡൈനാമിസത്തിൻ്റെ ഭാഗമാണ്. ഇനി വണ്ടി എങ്ങാനും ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡായിട്ടും ഉപയോഗിക്കാം. അതായത് കാലൊന്നും നിരത്ത് അങ്ങനെ കാര്യമായിട്ട് തട്ടാതിരിക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. 2 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. 323 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ടോപ്പ് വേരിയൻറ്റ്. അതിൻ്റെ പ്രൈസ് ഏകദേശം 3,99,000 രൂപയായിരിക്കും. ഇനി ഒരു ബേസ് വേരിയൻ്റ് ഉണ്ട്, 212 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന. അതിൻ്റെ പ്രൈസ് വരുന്നത് 2,99,000 രൂപയാണ്. F77 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചും അൾട്രാ വയലറ്റിനെ കുറിച്ചും നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ദുൽഖർ സൽമാൻ ഇതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. കാരണം ഇതിൻ്റെ ഷോറൂം ഇനാഗുറേഷൻ വന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഹാങ്ങർ ഇനാഗുറേഷൻ്റെ സമയത്ത് ബാംഗ്ലൂരിൽ.
സോ ആ ബൈക്കിനെ കുറിച്ചും അതിൻ്റെ DNA കുറിച്ചൊക്കെ നമ്മൾ വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേഞ്ചുകളെ കുറിച്ച് മാത്രമാണ്. അതായത് സൂപ്പർ സ്ട്രൈറ്റ് എന്ന് പറയുന്ന മോഡലിലേക്ക് വന്ന സമയത്തുള്ള ചേഞ്ചുകൾ, അത് ഇവരുടെ പൈലറ്റ്സിൻ്റെ അടുത്ത് നിന്ന്, അതായത് ക്രൂവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കാണ്. പൈലറ്റ്സ് എന്നാണ് ഇവിടെ ഡ്രൈവേഴ്സിനെ പറയുന്നത്. അപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഇവരിവിടെയും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ടോർക്കിൻ്റെ കാര്യത്തിലും പവറിൻ്റെ കാര്യത്തിലും ഒക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അതേപോലെ നിലനിർത്താനും ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാനിതിനെ റോട്ടിലൊന്ന് ഓടിക്കുന്ന സമയത്ത് എൻ്റെ ഫീലിങ്സ് പറയാം. അതേപോലെ ട്രാക്കിലും ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ട്രാക്ക് എക്സ്പീരിയൻസും ഞാൻ പങ്കുവെക്കാം. ഈ ഒരു ഇവൻറ്റിന് വന്ന സമയത്ത് ഭയങ്കര ഇന്നോവേഷനായിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ് എൻ്റെ കയ്യിൽ. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ UV ലിങ്ക് എന്നാണ്, UV കണക്റ്റ് എന്ന് പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ദ ഇന്ത്യ ഏകദേശം 4000 ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് ആസ്പെർ ദ കണക്ക് പറയുന്നത്. ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകൾ ഇനിയും കൊണ്ടുവരാൻ പോകുന്നു. മാരുതിയുടെ കാറ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് ക്രെറ്റ EV വന്നു. അവരൊക്കെ ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ സാധനത്തിൻ്റെ യൂസ് എല്ലാ സ്കൂട്ടർ യൂസ് ചെയ്യുന്ന, അതായത് ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്കും പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു TVSൻ്റെ ബൈക്ക് യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബജാജിൻ്റെ ബൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒലൻ്റെ യൂസ് ചെയ്യണം, എയ്ത്തറിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതെന്താണ് സംഭവം എന്ന് ഞാൻ അതുവരെ പറഞ്ഞില്ല. അതായത് ചാർജിങ് നെറ്റ്വർക്കുകൾ ഡെവലപ്പ് ആവുന്ന സമയത്ത്, അതായത് കാറിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് അല്ലേ, ഇതാണ് ചാർജിങ് കേബിൾ വരാറുള്ളത്. ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ ബൈക്ക് ചാർജ് ചെയ്യാം. അതായത് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു ലിങ്കാണ് അല്ലെങ്കിൽ അഡാപ്റ്ററാണെന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബൈക്കിൻ്റെ ചാർജറുകൾ, ഇതിപ്പം ഒരു 15 ആംപിയർ അല്ലെങ്കിൽ 220 വാട്ട് ചാർജിങ് കപ്പാസിറ്റിയിൽ ഇത് വർക്ക് ചെയ്യും. ഇത് ആക്ച്വലി 300 എബോ ആണല്ലോ, അതിനെ കൺവേർട്ട് ചെയ്യാണ് ഈ ഒരു ഡിവൈസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 15 ആംപിയർ സോക്കറ്റ് പോലെ ഇത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂട്ടറുകൾ ചാർജ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ശരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നതിൽ നിന്ന് പല ആളുകളും ബാക്കിലേക്ക് നിൽക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അത്ര ഡെവലപ്ഡ് അല്ല എന്നൊക്കെയുള്ള റീസൺ പറഞ്ഞിട്ടാണ്. ആ ഒരു റീസണിനെ സിംപ്ലി ക്ലെവർ എന്ന് പറയാം, സിംപ്ലി അൾട്രാവയലറ്റ് അടിപൊളിയായിട്ട് ഓവർകം ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആണ്. 2999 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ പർപ്പസ് വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേരാണ് UV ലിങ്ക്. അൾട്രാവയലറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. ഏത് ചാർജറിനകത്ത് പോയിട്ടും നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ചാർജ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അടിപൊളി സംഭവമല്ലേ, എനിക്ക് ഭയങ്കര ഒരു ഇന്നോവേഷനായിട്ട് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ വെഹിക്കിളൊന്ന് ഹൈവേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ്. ഹൈവേ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കാര്യം പറയാം, ട്രാക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഹൈവേയിൽ എക്സ്പീരിയൻസ് പറയാം, അത് കഴിഞ്ഞിട്ട് ട്രാക്കിൽ ഓടിച്ചതിൻ്റെ ഒരു കഥയും കൂടി പറയാട്ടോ. ശരിക്കും ഈ വണ്ടിക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് EV എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേപോലെ തന്നെ 100 Nm ടോർക്ക്. ഈ ടോർക്ക് നമുക്ക് ഇനീഷ്യൽ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവും. ഓ മാൻ, എന്താണ് ഇതിപ്പോൾ ബാലിസ്റ്റിക് മോഡാണ്. അത്രയും പവർഫുള്ളായിട്ട് നമുക്കിതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അതായത് അത് റോട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഉണ്ടല്ലോ, അത് എനിക്ക് എങ്ങനെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. പക്ഷേ അത്രയും പവർഫുള്ളായിട്ട് നമുക്കിത് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, അതായത് F77 ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അത് കുറച്ചും കൂടി അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഒരു ഡെയിലി കമ്മ്യൂട്ടർ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ സ്ട്രീറ്റ് ബൈക്ക്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് ബൈക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വന്ന സമയത്ത് അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയണം. അതായത് നല്ല ഫീൽ ഗുഡിൽ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ നെഗറ്റീവും കൂടി പറയാം. ഒന്ന്, എനിക്കിതിൻ്റെ സീറ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര പെയിനുണ്ട്, കുറച്ച് ഹാർഡാണ്, അത്ര സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കംഫർട്ടബിൾ ആവാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ പൊസിഷൻ ഇത് എനിക്ക് പക്കാണ്, നല്ല പെർഫെക്റ്റാണ്. ഞാൻ നല്ല നീളമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടായിരിക്കും. ആ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലിരുന്ന് എനിക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി എഫേർട്ട് എടുക്കുന്ന പോലത്തെ ഫീലും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു ഹമ്പി ആടി നൈസ്. അവർ വേറൊരു കാര്യം കൂടി ഇട്ടോ, നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് വണ്ടിയാണ്. ഓപ്പോസിറ്റൊക്കെ ആൾക്കാർ വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് വണ്ടിയാണ്. നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന യെല്ലോ വണ്ടിയാണ്. കാരണം നമ്മൾ റോഡിൽ ഓടിക്കാൻ വേണ്ടി കിട്ടിയ സമയത്ത് നമ്മൾ റെഡ് എടുത്തു. ട്രാക്കിൽ നമ്മൾ യെല്ലോ തന്നെയായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവിങ് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ്, അതുകൊണ്ട് ക്ലച്ച് കൊടുത്തിട്ടില്ല. ബ്രേക്ക് മാത്രമാണുള്ളത്, ഫ്രണ്ടിലത്തെ ബ്രേക്കും ബാക്കിലത്തെ ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസിബിളാണ്. അതായത് നമ്മൾ പിടിച്ചു കൊടുത്ത് നിർത്തുന്നുണ്ട്. അങ്ങനത്തെ കംപ്ലയിൻസ് ഒന്നും കാര്യമായിട്ട് പറയാനില്ല. ഇറ്റ്സ് നൈസ്, നല്ല പവർഫുൾ
കിടിലൻ മെഷീൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് ഈ ഡ്രൈവിംഗ് സമയത്ത്. ഇനി ട്രാക്കിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ 50-50 വെയിറ്റ് റേഷ്യോ ആക്കിയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും ട്രാക്കിലാണ് എനിക്ക് കൂടുതൽ കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതായത് ആ ഷാർപ്പ് കർവുകൾ എടുക്കുന്ന സമയത്ത്, അതായത് ഒരു 14 ഷാർപ്പ് ടേൺസ് ഉള്ളൊരു ഒരു ട്രാക്കായിരുന്നു. ആ ട്രാക്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പവറപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ മാനുവർ ചെയ്യുന്ന സമയത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നൈസ്. അതായത് ഇത് അത്യാവശ്യം ശരിക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണല്ലോ. അപ്പോൾ ആ ഒരു മെഷീനെ അത്രയും സേഫാക്കി നിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ മാനുഫാക്ചേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 200 kg ഇതിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും വെയിറ്റിലും ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സസ്പെൻഷൻ സൈഡ് കുറച്ചൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. മാക് 2 ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇത് ഓടിക്കുന്ന സമയത്ത് ഒന്ന് ഡ്രൈവിംഗ് പൊസിഷൻ നല്ല ഡിഫറൻസ് ഉണ്ട്. എയറോഡൈനാമിസം നന്നായിട്ട് ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീലും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം ആ ഒരു കാറ്റങ്ങനെ കാര്യമായിട്ട് തടഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീലോ അല്ലെങ്കിൽ ആ ഒരു നോയ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. കുറച്ചുകൂടി ഫ്രീ ആയ പോലെ നമുക്കിത് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അൾട്രാവയലറ്റിൻ്റെ ഏറ്റവും പുതിയ F77 സൂപ്പർ സ്ട്രീറ്റ് ഓടിച്ച സമയത്ത് തോന്നിയിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് വരുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാൻ. അതുവരെ ചെറിയൊരു ബ്രേക്ക്.